റീഡിംഗ് ക്രാക്ക് ചെയ്യാനായി അത്യാവശ്യമായ മൈൻഡ് ബ്ലോയിങ് ടെക്നിക്സ്. റീഡിംഗ് കഷ്ടപ്പെട്ട് ഒപ്പിക്കുവാണോ? പാസേജ് ബുദ്ധിമുട്ടായി തോന്നിയാൽ അപ്പോൾ തന്നെ നിർത്തി പോകാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, റീഡിംഗ് ക്രാക്ക് ചെയ്യാൻ കഷ്ടപ്പെട്ടല്ല, സ്മാർട്ടായി അപ്രോച്ച് ചെയ്യാം. ഈ ടെക്നിക്സ് യൂസ് ചെയ്യൂ, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ലെവൽ ആകും. റിവേഴ്സ് റാഡർ ടെക്നിക്. എല്ലാവരും ആദ്യം ശരി ഉത്തരം നോക്കുകയാണ് പതിവ്. പക്ഷേ ക്രാക്ക് ചെയ്യാനായി ഒരു പ്രത്യേകതയുണ്ട്. ട്രിക്കി ഡിസ്ട്രാക്ടേഴ്സ് ഉണ്ടാകും. അതായത് ചേരുന്ന ആൻസർ പോലെ തോന്നും, പക്ഷേ കറക്റ്റ് ആകണമെന്നില്ല. സോ വി ഹാവ് ടു യൂസ് ദ റിവേഴ്സ് സ്ട്രാറ്റജി. ആദ്യം തീർത്തും തെറ്റായി തോന്നുന്ന ആൻസർ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് കുറയും. അങ്ങനെ കറക്റ്റും ആക്യുറേറ്റുമായിട്ടുള്ള ആൻസറിൽ എത്തിച്ചേരാം. മെഡിക്കൽ കമിലിയോൺ മെത്തേഡ്. പാസേജസ് എപ്പോഴും മെഡിക്കൽ ലോജിക് ഫ്ലോ ഉണ്ടായിരിക്കും. ഇത് വേണം ആദ്യം മനസ്സിൽ കരുതാൻ. ജസ്റ്റ് ഒരു ഡോക്ടറെ പോലെ ചിന്തിക്കൂ. ഈ റൈറ്റർ നെക്സ്റ്റ് എന്ത് പറയും? ഇത് നമ്മൾ ഇടയ്ക്ക് ഗസ് ചെയ്യണം. അതുവഴി പാസീവ് റീഡിങ്ങിലോട്ടും ആക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടും നയിക്കും. BPM റീഡിംഗ് ഹാക്ക്. ഡോക്ടേഴ്സ് എപ്പോഴും ഒരേ സ്പീഡിൽ റീഡിംഗ് എടുക്കുന്നവരല്ല. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ഫാസ്റ്റായി സ്കാൻ ചെയ്യണം കീവേഡ്സ്. സ്ലോ ആയി അനലൈസ് ചെയ്യണം ഡീറ്റെയിൽസ്. മെഡിക്കൽ ടെർമിനോളജീസ്, ഡോസേജ്, സിംറ്റംസ് ഇവയെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഗൂഗിൾ മാപ്പ് സ്ട്രാറ്റജി. എൻറ്റയർ പാസേജ് വായിച്ച് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് പകരം ഡയറക്റ്റായി സൈൻ പോസ്റ്റ് സെറ്റ് ചെയ്യാം. പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, കംപ്ലയിൻറ്റ്സ്, കോസസ് എന്നിവയെല്ലാം ഡയറക്റ്റായി ആൻസർ ഇൻഡിക്കേറ്റ് ചെയ്യും. MRI സ്കാൻ അപ്രോച്ച്. ക്വസ്റ്റ്യൻസിൽ കീവേഡ്സ് മാത്രം നോക്കിയാൽ മതി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ കോംപ്ലക്സ് ആയിട്ട് തോന്നിയാൽ അതിനെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കീവേഡ്സായി സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് എ പ്രൈമറി റീസൺ ഫോർ ദ പേഷ്യൻസ് റിക്കവറി? Keywords: reason plus extended recovery. Doctor's prescription method. മെഡിക്കൽ പ്രൊഫഷണൽസ് എപ്പോഴും ഫുൾ റിപ്പോർട്ട് എഴുതില്ല, അവർക്ക് കീ പോയിന്റ്സ് മതിയാവും. സോ വി ഹാവ് എ ടെക്നിക്. അതായത് ഒരു പാരഗ്രാഫ് കഴിയുമ്പോൾ വേർഡ് സമ്മറി ഉണ്ടാക്കുക. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എക്സാക്റ്റായി ലൊക്കേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ, പാരഗ്രാഫ് 1 പേഷ്യൻ്റ് ഹിസ്റ്ററി, പാരഗ്രാഫ് 2 സിംറ്റംസ്, പാരഗ്രാഫ് 3 ട്രീറ്റ്മെൻറ്റ്, പാരഗ്രാഫ് 4 സൈഡ് എഫക്ട്സ്. CPR for confusing tricky questions. OETയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ട്രിക്കി സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും ഉണ്ടാകും. പക്ഷേ ഒരു 5-year-oldന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് പോലെ കണ്ടന്റ് സിമ്പിളായി എടുക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, which intervention is most likely to result in the mitigation of post-operative complications? Which treatment helps to prevent post-OP problems? ഡോക്ടർ-പേഷ്യൻ്റ് സ്വാപ്പ് ടെക്നിക്. റീഡിങ്ങിൽ നിങ്ങളെപ്പോഴും ഡോക്ടറായി മാത്രമല്ല ചിന്തിക്കേണ്ടത്, ഇടയ്ക്കൊക്കെ പേഷ്യൻ്റായും ചിന്തിക്കണം. നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്, ഓവർ അനാലിസിസ് അല്ല. ഒരു പേഷ്യൻ്റ് എന്ന പോലെ ചിന്തിച്ച് അതിനനുസരിച്ച് കീ ഡീറ്റെയിൽസ് നോക്കി ഫോക്കസ് ചെയ്യാം. ആംബുലൻസ് ചേസ് ട്രിക്ക്. OETയിൽ അർജൻസി ക്ലൂസ് നോക്കണം. ഒരു ഹൈ റിസ്ക് സിറ്റുവേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, സിംറ്റംസ് ആ ഒരു സെക്ഷനിൽ തന്നെ ഉണ്ടാകും. ഇതുവഴി കൃത്യമായിട്ടുള്ള ആൻസർ ഇൻഡിക്കേറ്റ് ചെയ്യാം. മെനക്കേടാണ്, എക്സ്ട്രാ ടൈം എടുക്കണം എന്ന് വെച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുകയാണോ നിങ്ങൾ? സ്മാർട്ട് സ്ട്രാറ്റജീസ് ആണ് മെയിൻ. ഈ മൈൻഡ് ബ്ലോയിങ് ടെക്നിക്സ് യൂസ് ചെയ്യൂ, നിങ്ങളുടെ റീഡിംഗ് ലെവലപ്പ് ആകും.